നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരാൾ മരണപ്പെടുന്നു, അതിൽ ദുരൂഹതകളേറെ. ദുരൂഹ മരണമെന്നു പോലും പറയാതെ ഇത് ആത്മഹത്യ എന്ന് വിധിയെഴുത്ത്. ആർക്കായിരുന്നു നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഇത്ര തിടുക്കം? അതെന്തിനു വേണ്ടിയായിരുന്നു? പൊടുന്നനെ MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചത് ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന്. അതായത് CPMന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ആവർത്തിച്ച് പരിശ്രമിക്കുകയായിരുന്നു നവീൻ ബാബുവിന്റേത് ആത്മഹത്യ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ CPMന്റെ സൈബർ വിഭാഗം അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതിന്റെ രഹസ്യങ്ങളുടെ ചുരുളാണ് ഇനി അഴിയേണ്ടത്. അതിന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിലെത്തണം. ഏതറ്റം വരെയും പോകും എന്ന് മഞ്ജുഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ കോടതിയിൽ, അതായത് തലശ്ശേരി സെഷൻസ് കോടതിയിലും മറ്റും നടന്ന വാദഗതികളല്ല ഹൈക്കോടതിയിൽ ഉയർത്തേണ്ടത്. CPMും ദിവ്യ ഉൾപ്പെട്ട ഒരു കൂട്ടവും നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് തന്നെ വരുത്തി തീർക്കാൻ ശ്രമിച്ച കഥയുടെ പിന്നാമ്പുറ കഥകളാണ് അന്വേഷിക്കേണ്ടത്. CBI അന്വേഷണം വേണം എന്നുള്ള പിടിവള്ളിയാണ് മഞ്ജുഷയുടെ മുന്നിലുള്ളത്. ഇത് മാത്രമല്ല, ക്ലീൻ ചിറ്റ് കൊടുത്ത് പോലീസ് ഇപ്പോൾ മാറ്റി സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന പ്രശാന്തനിലേക്ക് അന്വേഷണം എത്തണം. അവിടെ തുടങ്ങും CPM ഒളിപ്പിക്കുന്ന പല രഹസ്യങ്ങളുടെയും ചുരുളഴിയാൻ. അതായത് ദിവ്യയുടെ പത്തിക്കടിക്കാനുള്ള വജ്രായുധങ്ങൾ ഇതിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മഞ്ജുഷയോട് പറയാനുള്ളത്. പല ചോദ്യശരങ്ങളും ഹൈക്കോടതിയിൽ അവർ തന്നെ ഉയർത്തിവിടണം. CPMന്റെ അടിപതറും. പല രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളായിരുന്നോ നവീൻ ബാബു? അതായത് CPMുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദിവ്യയെ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പിനെ ബാധിക്കുന്ന പല രഹസ്യങ്ങൾ അറിയാമായിരുന്ന ഒരു വ്യക്തിയാണ് നവീൻ ബാബു എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിക്കാർക്കിടയിൽ നിന്ന് പോലും പുറത്തേക്ക് വരുന്ന രഹസ്യങ്ങൾ. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ആ ദൗത്യത്തിൽ പൊതുസമൂഹത്തിന്റെ പിന്തുണ അവർക്കൊപ്പം ഉണ്ടായിരിക്കും. കാരണം ആ കുടുംബത്തെ മലയാളികൾ സ്വന്തം കുടുംബം പോലെ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ മാധ്യമങ്ങൾ, നവീൻ ബാബു മരിച്ചിട്ടിപ്പോൾ ഒരു മാസമായി, മാധ്യമങ്ങൾ വേണ്ടത്ര രീതിയിൽ നവീൻ ബാബുവിന്റെ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം മറ്റൊരു വിഷയം വീണ് കിട്ടുമ്പോൾ അതിന് പിന്നാലെ പോകുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ നവീൻ ബാബു വിഷയം ഏതാണ്ട് വിട്ടമട്ടാണ്. എന്നാൽ ആ നവീൻ ബാബു മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഈ പെട്രോൾ പമ്പ് മാഫിയയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഓരോ ദിവസവും ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഈ വിവാദം കത്തിച്ച് നിർത്തിക്കൊണ്ടേയിരിക്കണം. എങ്കിലേ ഇതിലെ സത്യാവസ്ഥകൾ പുറത്തേക്ക് വരികയുള്ളൂ. ഇനി ആകെ പ്രതീക്ഷയുള്ളത് ഹൈക്കോടതിയിലാണ്. അവിടെ നിന്ന് എന്ത് തീരുമാനമുണ്ടാകും? എത്രയും പെട്ടെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ എത്തണം എന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. നവീൻ ബാബു വിഷയം കത്തിച്ച് നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇനിയൊരു നവീൻ ബാബു ഉണ്ടാകരുത്. അതിന് ഈ സംഭവത്തിൽ നടന്നിട്ടുള്ള എല്ലാ ദുരൂഹതകളുടെയും ചുരുളഴിയേണ്ടത് അത്യാവശ്യമാണ്. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന് ധൃതി പിടിച്ച് തീരുമാനിച്ചതിന്റെ പിന്നിലും ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ആത്മഹത്യാ തിയറി വിജയിപ്പിച്ചെടുക്കാനാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒരുക്കിയതെന്നും ജാമ്യം കിട്ടുന്ന സാഹചര്യം സൃഷ്ടിച്ചതെന്നും സംശയങ്ങൾ പല കോണിൽ നിന്ന് വരുന്നുണ്ട്. നവീൻ ബാബുവിന്റേത് ആത്മഹത്യയാണ്, കൊലപാതകമല്ല എന്ന തിയറി വിജയിപ്പിച്ചെടുക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഗൂഢാലോചനയുടെ ഫലമായി മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷിക്കാതെ മറച്ചുവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നവീൻ ബാബുവിന്റേത് ആത്മഹത്യയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഈ സംഘം ആദ്യം മുതൽ തന്നെ തങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന പൊതുധാരണ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. മനഃപൂർവ്വം ഇവർ സൃഷ്ടിച്ചെടുത്ത ഒരു നീക്കം മാത്രമായിരുന്നു അത്. നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നത് മുതൽ ഇങ്ങോട്ട്, അതായത് ആത്മഹത്യ ചെയ്യുന്നത് മുതലല്ല, കളക്ടറേറ്റിൽ ഈ യോഗം കഴിഞ്ഞ് നവീൻ ബാബു ഇറങ്ങി പോരുന്നിടം മുതൽ ദുരൂഹതകൾ തുടങ്ങുകയാണ്. നവീൻ ബാബു അതിനുശേഷം എങ്ങോട്ടേക്കാണ് പോയത് എന്നതിൽ വ്യക്തതയില്ല. ക്വാർട്ടേഴ്സിലേക്കാണോ അതോ റെയിൽവേ സ്റ്റേഷനിലേക്കാണോ? അതിന്റെ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പോലീസ് പരിശോധിക്കുന്നില്ല? മാത്രമല്ല കളക്ടറും ദിവ്യയും തമ്മിൽ സംസാരിച്ചത് എന്താണ്? ആ ഫോൺ കോൾ വിവരങ്ങൾ എന്തുകൊണ്ട് പോലീസ് പരിശോധിക്കുന്നില്ല?
നവീൻ ബാബുവിന്റെ ഫോൺ എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? ഇത്തരത്തിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നില്ല. ഹൈക്കോടതിയിൽ മഞ്ജുഷയുടെ പ്രധാന പിടിവള്ളി അതാണ്. ഇതെല്ലാം അന്വേഷിക്കണം. ഇവരുടെ എല്ലാം ഫോൺ കോളുകൾ, അതായത് ഇതുമായി മരണവുമായി ബന്ധപ്പെട്ട് സംശയ നിഴലിൽ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും ഫോൺ പരിശോധിക്കണം എന്നുള്ള ആവശ്യം നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ ഉന്നയിക്കണം. അതാണ് ദിവ്യയുടെ പത്തിക്കുള്ള ആദ്യത്തെ അടി. മഞ്ജുഷ അടിയന്തരമായി ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടണം എന്നുള്ള അഭിപ്രായം ഇപ്പോൾ നവീൻ ബാബുവുമായി ചേർന്ന് നിൽക്കുന്ന, അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന എല്ലാവരും തന്നെ ആവശ്യപ്പെടുകയാണ്. എന്നാൽ ആ കുടുംബം നീതിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ പ്രതിസന്ധികൾ ഒരുപാടാണ്. കാരണം അവർ നേരിടാൻ പോകുന്നത് CPM എന്ന, അല്ലെങ്കിൽ കണ്ണൂരിലെ ഒരു ലോബിയെയാണ്. അതുകൊണ്ട് തന്നെ മുൻപോട്ടുള്ള അവരുടെ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല. എങ്കിലും മഞ്ജുഷയുടെ ഉള്ളിൽ ഒരു തീയുണ്ട്, ഒരു തീക്കനലുണ്ട്. തൻ്റെ ഭർത്താവ് തെറ്റുകാരനല്ല എന്നുള്ള ഉറച്ച ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടതിൻ്റെ എല്ലാ വിവരങ്ങളും, അതിൽ പ്രതിസ്ഥാനത്തുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു തീക്കനൽ അവരുടെ ഉള്ളിലുണ്ട്. അതിനെ അത്ര പെട്ടെന്നൊന്നും കെടുത്തിക്കളയാൻ ആർക്കും കഴിയില്ല. ഒന്നുമില്ലെങ്കിലും അവരും CPM എന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും മഞ്ജുഷ പിന്നോട്ടേക്ക് പോകാൻ സാധ്യതയില്ല. എന്നാൽ അവരും പ്രധാനപ്പെട്ട ഒരു ജോലിയിൽ ഇരിക്കുന്ന ആളാണ്. അവരെയും അപകീർത്തിപ്പെടുത്താനും കൈക്കൂലി വാങ്ങിയെന്ന് സ്ഥാപിച്ചെടുക്കാനും ഒക്കെ ഈ സംഘം ശ്രമിക്കും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എന്നാൽ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതറ്റം വരെയും പോകും എന്നുള്ളത്, നിയമ വഴിയിലൂടെ തന്നെ. അതാണ് ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ ആളിക്കത്തിക്കേണ്ടത്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. അതായത് പ്രശാന്തനെ ഒന്ന് കുടഞ്ഞാൽ മാത്രം പുറത്തേക്ക് വരുന്ന ചില രഹസ്യങ്ങൾ. ആ രഹസ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പുറത്തേക്ക് വന്നാൽ പോലും CPMന്റെ മുഖത്തേൽക്കുന്ന അടിയാണ്. അതായത് ദിവ്യയുടെ രാഷ്ട്രീയം ഇതോടെ അവസാനിക്കുന്ന, രാഷ്ട്രീയത്തിന് പാക്കപ്പ് പറയുന്ന ഒരു നിമിഷമായിരിക്കും അത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അതായത് കണ്ണൂരിലെ വിജിലൻസ് CI വിനു മോഹൻ, നേരത്തെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ CI, CPMന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഉദ്യോഗസ്ഥനാണ് എന്നാണ് പറയപ്പെടുന്നത്. പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ചുഴലി വില്ലേജിൽ നടന്നിട്ടുള്ള വലിയ ഭൂമി ഇടപാടുകളുടെ പിന്നാമ്പുറങ്ങൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടി വരും. അതായത് കണ്ണൂരിലെ പല ഇടപാടുകളും, അതായത് ഒരു മാഫിയ സംഘമാണ് എന്നാണല്ലോ പറയപ്പെടുന്നത് ഈ CPM കണ്ണൂരിൽ. അങ്ങനെ തന്നെയാണ്. ഇവരുടെ രീതികൾ കാണുന്നതിൽ നിന്ന് ആർക്കാണത് വ്യക്തമാകാത്തത്? അങ്ങനെ ഈ പെട്രോൾ പമ്പിൽ മാത്രമല്ല, ഭൂമി ഇടപാടുകളിലേക്ക് കൂടി അന്വേഷണം നീളേണ്ടതുണ്ട്. ചുഴലി വില്ലേജിലെ സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയിരുന്നവരിൽ പലരും CPMകാരാണ്. EMS വായനശാലയുടെ പരിസരത്തുള്ള ഇടങ്ങളിലെ ഭൂമിയിലാണ് കൃത്രിമം നടന്നത്. ഈ CPM ഭൂമാഫിയയുടെ തട്ടിപ്പിന്റെ ഫയലുകൾ ADM നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നുണ്ട്. 1000 ഏക്കറോളം സ്ഥലത്തെ കയ്യേറ്റത്തിന്റെ വിവരങ്ങൾ നവീന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരങ്ങൾ. ഈ രേഖകളുമായി നവീൻ ബാബു നേരിട്ട് വിജിലൻസ് ഓഫീസിലേക്ക് പോയതാണോ അതോ വിനു മോഹൻ വിളിച്ചു വരുത്തിയതാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. കാരണം അതേ ദിവസം ഉച്ചയ്ക്ക് 1:30 പരാതിക്കാരനായ TV പ്രശാന്തൻ ഈ വിജിലൻസ് ഓഫീസിന്റെ മുന്നിൽ നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ ഒരു ചാനൽ പുറത്തുവിട്ടിരുന്നു. ഇവിടെയാണ് CPMലെ മുതിർന്ന നേതാക്കളുടെ ഭൂമാഫിയ ബന്ധങ്ങൾ കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അടിമുടി ദുരൂഹതയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ പുറത്തേക്ക് വരാതിരിക്കാൻ കൃത്യമായ ഒരു പ്ലാനിംഗ് ആണ് ഇവരുണ്ടാക്കിയത്. വൈകുന്നേരം 4 മണി കഴിഞ്ഞ് നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ PP ദിവ്യ ഭീഷണിപ്പെടുത്തിയത് കാണിച്ചു തരാം എന്നാണ്. ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് ഈ പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്. നവീൻ ബാബു എന്തിന് വിജിലൻസ് ഓഫീസിൽ പോയി എന്നുള്ളത്. അത് വിജിലൻസ് ഓഫീസർ നവീൻ ബാബുവിനെ വിളിച്ചു വരുത്തിയതാണോ അതോ നവീൻ ബാബു തന്റെ കയ്യിലുണ്ടായിരുന്ന രേഖകൾ കൈമാറാൻ പോയതാണോ? അത്തരത്തിലുള്ള ദുരൂഹതകൾ കൂടി ഉയർന്നു വരികയാണ്. അവിടെ പോയതിന് ശേഷമാണോ, അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണോ നവീൻ ബാബുവിനെ കാണാതായത്? ഇക്കാര്യങ്ങൾ ആർക്കും അറിയില്ല. വിജിലൻസ് ഉദ്യോഗസ്ഥൻ വിനു മോഹൻ അടക്കമുള്ളവരുടെ മൊഴി പോലീസ് എടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വിനു മോഹന്റെ സഹോദരൻ ഡയറക്ടറായ
കാർട്ടൺ കമ്പനിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ അനേകം കരാർ ജോലികൾ എടുത്തിരിക്കുന്നത്. ഇതും പരിശോധിക്കേണ്ടതല്ലേ എന്നുള്ളത് പ്രധാനമാണ്. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. മഞ്ജുഷയുടെ മൊഴിയെടുക്കാനെത്തിയ കണ്ണൂർ ടൗൺ പോലീസ് CI ശ്രീജിത്ത് കൊടേരി. ഈ ഉദ്യോഗസ്ഥനും CPMന്റെ രഹസ്യ കാവൽക്കാരിൽ ഒരാളാണ് എന്നാണ് അടക്കം പറച്ചിൽ. നവീൻ ബാബുവിന് യാത്രയയപ്പ് നൽകിയ ദിവസം ശ്രീജിത്ത് കൊടേരി ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നതും അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. CPMന്റെ അതീവ വിശ്വസ്തനെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിലനിർത്തുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? അതിൽ ആർക്കായിരുന്നു ഇത്ര താല്പര്യം? അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഇടപാടുകൾ തന്നെ അന്വേഷിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഹൈക്കോടതിയിലെത്തുമ്പോൾ പ്രധാനമായും ഒരു ചോദ്യമായി ഉയർത്തേണ്ടത് 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് സ്വർണം പണയം വെച്ചു എന്നാണ് TV പ്രശാന്തൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് കോടികൾ വേണ്ട പെട്രോൾ പമ്പിനായി പണം മുടക്കാൻ കഴിഞ്ഞത്? എവിടെ നിന്നാണ് ആ പണം? അതിന്റെ സോഴ്സ് അന്വേഷിക്കേണ്ടതാണ്. പ്രശാന്തന്റെയോ CPMന്റെയോ ബിനാമി ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് മുൻപ് വിജിലൻസ് എന്തുകൊണ്ട് നവീൻ ബാബുവിനെ വിളിച്ചു, അല്ലെങ്കിൽ നവീൻ ബാബു വിജിലൻസിൽ എന്തിനു പോയി എന്നതും അന്വേഷിച്ചിട്ടില്ല. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ ഒന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല. നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ദിവ്യയുടെ പ്രസംഗമാണോ എന്നത് മാത്രമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്നാൽ ആ അന്വേഷണം അല്ല വേണ്ടത്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിന്റെ തുടക്കം പ്രശാന്തന്റെ കൈക്കൂലി ആരോപണമാണ്. അപ്പോൾ അതിലല്ലേ ആദ്യം വ്യക്തത വരുത്തേണ്ടത്? എന്നിട്ടും എന്തുകൊണ്ട് നവീൻ ബാബുവിന് ക്ലീൻ ചിറ്റ് കൊടുത്ത് പോലീസ് മാറ്റി നിർത്തിയിരിക്കുന്നു? ഇവിടെയാണ് ആ വജ്രായുധം കിടക്കുന്നത്. നവീൻ ബാബുവിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അന്വേഷണം വേണം എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ഏർപ്പെടുത്തുന്ന വക്കീൽ കോടതിയിൽ ആവശ്യപ്പെടണം. ഹൈക്കോടതിയിൽ അവർ ഉയർത്തേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതെല്ലാം. നവീൻ ബാബുവിന്റെ കുടുംബം ഈ കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ ചോദിക്കുമ്പോൾ ഹൈക്കോടതിക്ക് തന്നെ വ്യക്തമാകും ഇതിന് പിന്നിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ബാക്കി കോടതി തീരുമാനിച്ചുകൊള്ളും. അതിനാദ്യം വേണ്ടത് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ എത്തുക എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.